ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാത്ത, അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കാത്ത ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പ്ലം കേക്കിനേക്കാളും ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 200 ഗ്രാം കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ മുന്തിരി ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ പുഴുങ്ങിയ ശേഷം ചൂടാറിയിട്ട് മിക്സിയിലിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കുക. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേണം ജ്യൂസ് അടിച്ച് വെക്കാൻ. എന്നിട്ടൊന്ന് അഴിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ജ്യൂസിൻ്റെ മുഴുവൻ ഭാഗവും നമുക്ക് ആവശ്യമില്ല. ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം 50 ഗ്രാം ഇതാണ് എടുത്തിട്ടുള്ളത്. 50 ഗ്രാം ഡേറ്റ്സ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുരു കളഞ്ഞ ശേഷമാണ് 50 ഗ്രാം ഉള്ളത്. അതേപോലെ ഡ്രൈ ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ചെറീസും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ബ്ലാക്ക് റേസിൻസും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ റേസിൻസ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസിൽ നിന്നും ഒരു 1/2 കപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കിയ ശേഷം അടച്ചു വെക്കാം. നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ഇതവിടെ സോക്കായിക്കോളും. ഇനി കാരമൽ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കാരമലാക്കി എടുക്കാം. അപ്പോൾ കാരമലാക്കി എടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പം നമ്മുടെ കാരമലിൻ്റെ കളറ് പോലെ ഇരിക്കും നമ്മുടെ കേക്കിൻ്റെ കളറും. അതുകൊണ്ട് അത്യാവശ്യം നല്ല കളറിൽ തന്നെ കാരമലാക്കി എടുക്കുക. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ കാരമൽ ഇവിടെ അത്യാവശ്യം നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ അല്പം കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം ജാതിക്ക, ചെറിയൊരു പീസ് പട്ട, ഒരു 5 ഗ്രാമ്പു, പിന്നെ ഒരു 5 ഏലക്കായും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാത്തിൻ്റെയും പൗഡർ ഉണ്ടെങ്കിൽ എല്ലാം ഒരു 1/4 ടീസ്പൂൺ വീതം ഫ്ലോറിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഫ്ലോർ അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതേപോലെ ഒന്ന് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ കൂടുതൽ പ്രഷർ കൊടുത്തിട്ടൊന്നും പിഴിഞ്ഞെടുക്കരുത്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ ജ്യൂസൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ മുന്തിരി ജ്യൂസ് ഇല്ലെങ്കിൽ അതിന് പകരം 1/2 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസ് എടുത്താലും മതി. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ജ്യൂസ് നമുക്ക് ഇനി ആവശ്യമുണ്ട്, അതവിടെ മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു 50 ഗ്രാം കാഷ്യൂനട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററിലേക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ അത് അടിയിൽ പോവാതെ എല്ലാ സ്ഥലത്തേക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 3 മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി എഗ് യോക്കിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതും ബീറ്റ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയ ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറപ്പ് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഓയിലും അതേപോലെ 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരം 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ എല്ലാം കൂടി കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററൊന്നും യൂസ് ചെയ്യാത്ത ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി കുറേ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അത് മുകളിൽ സജസ്റ്റഡ് ആയിട്ട് കൊടുക്കാം.
അങ്ങനെ ഫ്ലോറൊക്കെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുക്കാം. അതേപോലെ ഓറഞ്ചിൻ്റെ തൊലി 1 ടീസ്പൂൺ അളവിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് വൈറ്റ് പാർട്ട് വരാതെ വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവും. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം എഗ് വൈറ്റ് കുറച്ച് കുറച്ചായി ഇതേപോലെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ പോലെയല്ല, അല്പം ഒന്ന് തിക്കായിരിക്കും. ഈ ഒരു ബാറ്റർ ഇതേപോലെയുള്ള പേപ്പർ മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 8 ഇഞ്ചിൻ്റെ മോൾഡാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലത്തെ മോൾഡ് ഇല്ലെങ്കിൽ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന മോൾഡ് എടുത്താലും മതി. അപ്പോൾ അതിൻ്റെ താഴെയും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. മുകളിൽ കുറച്ച് കാഷ്യൂ നട്ട്സും അതേപോലെ ബ്ലാക്ക് റൈസിൻസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 170 ഡിഗ്രിയിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പ്ലം കേക്കിൻ്റെ ബേക്കിംഗ് ടൈം കൂടുതലാണ്. അപ്പോൾ ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്ക് സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പോൾ അപ്പോഴും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. 1 മണിക്കൂർ കൊണ്ട് കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ചൂട് നന്നായിട്ട് മാറിയ ശേഷം ആ ഒരു പേപ്പർ മോൾഡിൽ നിന്നും ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് വെച്ചിട്ട് എല്ലാ വശത്തും ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എപ്പോഴും പ്ലം കേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനേക്കാളും 1-2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ജ്യൂസ് വെച്ചിട്ട് ബ്രഷ് ചെയ്യുന്ന സമയത്ത് പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ബ്രഷ് ചെയ്ത ശേഷം ഇതേപോലെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു പ്ലം കേക്ക് കട്ട് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പ്ലം കേക്കിനേക്കാളും ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് നമുക്ക് ഒരാഴ്ച വരെ ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ഇത് കട്ട് ചെയ്ത ആ ഒരു ദിവസം തന്നെ കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് 900 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഇതിന് 350, 400 ആ ഒരു റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാം. ഞാനിതുവരെ സെയിൽ ചെയ്തിട്ടില്ല. കുറച്ചുകൂടി റിച്ച് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ ബദാമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിലും റേറ്റ് കൂട്ടി വാങ്ങിക്കാം. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഹോം ബേക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യുന്ന റേറ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.